ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വർഷകാലത്തേക്കുള്ള വിറക് എടുത്ത് വയ്ക്കുന്ന വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ എനിക്ക് വിറക് പുരയിൽ വെക്കാറില്ല. അവിടെ വർഷകാലത്ത് അല്ലെങ്കിൽ വൈക്കോലൊക്കെ വയ്ക്കുന്ന കാരണം വിറക് ഇങ്ങനെ പുറത്തെ ഒരു അരുവിലാണ് വെക്കാറ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ അവിടെ ഒക്കെ ആദ്യം വെച്ച വിറകൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവിടെ നന്നായി അടിച്ച് വൃത്തിയാക്കിയിട്ട് പിന്നെ കവറും ടാർപ്പായുടെ കഷ്ണങ്ങളൊക്കെ അടിയിൽ കല്ലുമ്മ വെച്ച് കൊടുത്ത് പിന്നെ നന്നായി ചെതൽപ്പൊടി വിതറി കൊടുത്ത് പിന്നെ അടിയിൽ തന്നെ നല്ല കനമുള്ള വിറകൊക്കെ കനമുള്ള വലിയ വലിയ വിറകുകൾ കൊടുന്ന് വെക്കും. എന്നിട്ട് അതുമൂലമൊക്കെയും ചെതൽപ്പൊടി വിതറും. പിന്നെ പറമ്പിൽ ഈ വർഷം തോലൊക്കെ വെട്ടിയ വിറകോ ചീമക്കൊന്നയൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ വിറകും കൊടുന്നിട്ട് കനമുള്ളത് അടിയിൽ വെക്കും. ആദ്യം വലിയ വലിയ വിറകുകൾ അടിയിൽ വെക്കും. പിന്നെ അതുമൂലമൊക്കെ ചെതൽപ്പൊടി വിതറി കൊടുക്കും. അങ്ങനെ അടിയൊക്കെ നല്ല ഉറപ്പുള്ളതൊക്കെ വെച്ചതിന് ശേഷമാണ് പിന്നെ കുറേ ചുള്ളൽ ചീമക്കൊന്നയുടെ തന്നെ വിറകുകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പറമ്പിൽ ഇങ്ങനെ പരന്ന് കിടക്കുമായിരുന്നു. കുരുമുളക് പൊട്ടിക്കുമ്പോൾ വെട്ടിയിടുന്നതാണ്. അപ്പോൾ അതൊക്കെ കൊത്തിയിട്ട് ഇതുമ്പോൾ കൊടുന്ന് വെച്ച് അങ്ങനെയൊക്കെ ഉപ്പാക്കിയതിൻ്റെ ശേഷം പിന്നെ കൊത്തി ചീന്തി എടുത്ത് വെച്ച മടലും ഓല ഇതുമ്പോൾ കൊടുന്നിട്ട് വെക്കുക ചെയ്യുക കേട്ടോ. ആദ്യം മടലൊക്കെ പരത്തി വെച്ച് പിന്നെ അതിന് ശേഷം ഓലക്കൊടി കെട്ടും കൊടുന്ന് വെച്ചാൽ ഓലക്കൊടി കെട്ട് അധികമൊന്നും ഇല്ല കേട്ടോ, ഒരു 3-4 കെട്ടേ ഉള്ളൂ. ഇനി ഇതിപ്പോൾ അങ്ങനെ വെച്ചിട്ട് ടാർപ്പായിട്ട് മൂടിയിടും. പിന്നെ ഓല കിട്ടണതിനനുസരിച്ചിട്ട് ഇതുമ്മ കെട്ടിയിട്ട് കൊടുന്ന് വയ്ക്കുക ചെയ്യുക കേട്ടോ. എല്ലാ വർഷവും അങ്ങനെ തന്നെ ചെയ്യാറ്. ഇപ്പോൾ മഴ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മഴക്കാറും മഴയൊക്കെ ഉള്ള കാരണം ഇതാണ്ട് എടുത്ത് വെച്ചാൽ പിന്നെ കുഴപ്പമില്ലല്ലോ വെച്ചിട്ടാണ്. ഞാൻ അധികം വിറകൊന്നും സൂക്ഷിക്കാറില്ല, കുറച്ച് വിറകാണ് സൂക്ഷിക്കാറുള്ളൂ കേട്ടോ. പിന്നെ ചകിരിയുണ്ട്, പിന്നെ പറമ്പിൽ നിന്ന് എടുത്ത് കത്തിക്കുക ചെയ്യുക കൂടുതലും. ഇതന്നെ മുഴുവനും തീരലൊന്നുമില്ല. അടുത്ത വേനൽക്കാലം വരെ ഇരിക്കും കേട്ടോ. ഓലക്കൊടി തീരുള്ളൂ, വിറക് അങ്ങനെ ഇരിക്കും. ഒക്കെ പുറത്തുനിന്ന് എടുത്ത് കത്തിക്കുക ചെയ്യുക കേട്ടോ. പിന്നെ അതൊക്കെ വെക്കൽ കഴിഞ്ഞ് ടാർപ്പായൊക്കെ ഇട്ട് മൂടി ടാർപ്പായുടെ മുകളിൽ പറന്നു പോകാതിരിക്കുക അത്തിരി ഭാരമുള്ള വിറകുകളൊക്കെ വെച്ച്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തോളൂ കേട്ടോ.